കഴിഞ്ഞ വർഷം ജോയി മാത്യു കഥയും തിരക്കഥയും എഴുതി ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു സിനിമയുണ്ട്, ചാവേർ. കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ സിനിമ. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ വലിയ മേക്കിംഗ് സ്റ്റൈൽ, എനിക്ക് തോന്നുന്നു കണ്ണൂർ രാഷ്ട്രീയം, കണ്ണൂരിൻ്റെ കഥ പറഞ്ഞ ഒരു സിനിമയാണ്. എന്നാൽ വലിയ പ്രേക്ഷക ശ്രദ്ധ തിയേറ്ററുകളിൽ ആ സിനിമ പിടിച്ചു പറ്റിയില്ല. പൊതുവിൽ കണ്ണൂർ രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ കണ്ണൂർ എന്ന നാടിനെ അപമാനിക്കുന്ന ഒരു സിനിമയായിപ്പോയി എന്ന തരത്തിലൊക്കെ വിമർശനങ്ങൾ ഉയർന്നു. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി ചിന്തിച്ചവരൊക്കെ പല തരത്തിൽ ഈ സിനിമയെ വിമർശിച്ചു. അങ്ങനെയൊക്കെ സിനിമ പുറന്തള്ളപ്പെട്ടു. എന്നാൽ എന്നിലെ ആസ്വാദകന് ഏറെ ഇഷ്ടപ്പെട്ട വളരെ ഗംഭീരമായ മേക്കിംഗ്, നല്ല അഭിനയ മുഹൂർത്തങ്ങൾ, അങ്ങനെ നിറഞ്ഞാടിയ ഒരു സിനിമ തന്നെയാണ് എൻ്റെ ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം ചാവേർ. എന്തായാലും ചാവേർ എന്ന സിനിമയെ നമ്മൾ ഇപ്പോൾ ഓർമ്മിക്കുന്നത് വീണ്ടും കണ്ണൂർ രാഷ്ട്രീയം വാർത്താ മാധ്യമങ്ങളിൽ ഇടപിടിക്കുമ്പോഴാണ്. കണ്ണൂർ രാഷ്ട്രീയമല്ല, കണ്ണൂരിലെ ബോംബ് നിർമ്മാണം. തേങ്ങ പെറുക്കാനായി തൊടിയിലേക്ക് ഇറങ്ങിയ ഒരു വൃദ്ധൻ ബോംബ് പൊട്ടി മരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു ജില്ലയിൽ ഇത് സംഭവിക്കുന്നു എന്നത് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന, നടുക്കുന്ന സംഭവമാണ്. കണ്ണൂരിനെ കുറിച്ച് പൊതുവിൽ മറ്റു ജില്ലക്കാരുടെ ഇടയിലുള്ള ചിന്ത, അല്ലെങ്കിൽ കണ്ണൂർക്കാരെ കാണുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കാറുണ്ടോ, കുടിൽ വ്യവസായമായി ഇത് നടക്കാറുണ്ടോ എന്നാണ്. നമ്മുടെ പല സുഹൃത്തുക്കളും അതിന് തമാശയായൊക്കെ അങ്ങനെ കളിയക്കണ്ടടാവേ എന്ന് പറയാറുണ്ടെങ്കിൽ പോലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ബോംബ് നിർമ്മാണം എന്നത് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യവും ചർച്ചയും ഒക്കെയാണ്. ശരിക്കും കണ്ണൂർ രാഷ്ട്രീയത്തെക്കുറിച്ച്, കണ്ണൂരിൻ്റെ കഥകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അറിയുമ്പോൾ, കണ്ണൂരിൽ എന്തുകൊണ്ട് CPM ഇത്ര പ്രാധാന്യമുണ്ടായി എന്നതിനെക്കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ കണ്ണൂരിലെ ജനങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. പല കണ്ണൂർ സുഹൃത്തുക്കളും നമ്മളോട് പറയാറുണ്ട്, കണ്ണൂരുകാരുടെ പൊതുവിലൊരു ചിന്തയുണ്ട്, സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും, ദ്രോഹിച്ചാൽ ആ ചങ്കിങ് പറിച്ചെടുക്കും എന്ന്. അത്രയേറെ സ്നേഹമുള്ളവരാണ് കണ്ണൂരുകാർ എന്നാണ് പൊതുവിൽ പറയുന്നത്. അതുപോലെ അതിഥി ദേവോ ഭവ, ആതിഥ്യ മര്യാദയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ല. ഒരുപക്ഷെ നമ്മളൊരു കണ്ണൂർ വീട്ടിലേക്ക്, കണ്ണൂരിലെ ആരുടെയും വീട്ടിലേക്ക് ചെന്നാൽ അവർ ഭക്ഷണം കഴിപ്പിച്ച് തന്നെ നമ്മളെ വീർപ്പ് മുട്ടിക്കും. അത്രയേറെ ഭക്ഷണ വിഭവങ്ങളുണ്ട്, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളുണ്ട്. ഇതൊക്കെ കണ്ണൂരുകാരുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ പറശ്ശിനിക്കടവും മുത്തപ്പനും പയ്യാമ്പലവും അടക്കം നിരവധി സ്ഥലങ്ങൾ കണ്ണൂരിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. പ്രകൃതി ഭംഗിയുണ്ട്, പ്രകൃതി രമണീയതമുണ്ട്. പക്ഷേ പലപ്പോഴും ഈ കണ്ണൂരിൻ്റെ തൊടികളിലേക്ക് ഇറങ്ങുന്നവർക്ക് ഭയപ്പാടോടെ മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടോ എന്നതും നമ്മൾ സംശയത്തോടെ വീക്ഷിക്കേണ്ട ഒന്നാണ്. ഈ തൊടികളിൽ പലയിടങ്ങളിലും സ്റ്റീൽ ബോംബുകൾ കുഴിച്ചിടപ്പെടുന്നു. ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളുടെ പേരിൽ CPM പേരിലും DYFIയുടെ പേരിലും ഒക്കെ വിരൽ ചൂണ്ടുമ്പോഴും CPM ആ നാട്ടിൽ നടത്തിയ പ്രയോജനപ്രദമായ കാര്യങ്ങളും ആ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങളും ഒന്നും മറക്കാതിരിക്കാനും കഴിയില്ല. ഇപ്പോഴും അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും DYFI പിള്ളേരുണ്ട് ഞങ്ങളുടെ ഇടയിൽ. വിവാഹം, മരണം, അങ്ങനെ എന്താവശ്യങ്ങൾക്കും അവിടെ ഓടിയെത്തുന്നത് അവരാണ്. നാട്ടിൽ ആർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവിടെ DYFI പ്രവർത്തകരുണ്ട്, നല്ല ആളുകളുണ്ട്, നല്ല ചേട്ടന്മാരുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. DYFIയിലെ നല്ല ചേട്ടന്മാരുണ്ട്. ആ ചേട്ടന്മാർ നിറഞ്ഞു നിൽക്കുന്ന നാടുകൂടിയാണ് അവിടെ. എന്നാൽ ഒരു സംഘം ക്രിമിനലുകൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഈ പ്രസ്ഥാനത്തെയും ഇതിലെ ആളുകളെയും ഒക്കെ മോശമാക്കിക്കൊണ്ടേയിരിക്കുന്നു. കണ്ണൂരിൽ കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട് എന്നത് നമ്മുടെ മുൻപിലെ ഒരു യാഥാർത്ഥ്യമായി തെളിയുന്നുണ്ട് ഈ വാർത്തകളിൽ നിന്നൊക്കെ. പല വീടുകളിലും അമ്മൂമ്മമാരോടും അമ്മമാരോടുമൊക്കെ അവിടുത്തെ 28-30 വയസ്സുള്ള ചെറുപ്പക്കാർ പിള്ളേർ പറയും, അമ്മൂമ്മേ അടുക്കള വശത്തേക്ക് പോകണ്ട, ഞാനവിടെ ബോംബ് കുഴിച്ചിട്ടിട്ടുണ്ട്. ബോംബ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്തിനാണ്? ഉണ്ടാക്കി വിൽക്കാനാണോ? അല്ല, ഇതൊരു കുടിൽ വ്യവസായമേ നടത്താനൊന്നുമല്ല. തങ്ങളുടെ ആശയങ്ങൾക്ക്, തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആ ബോംബ് അവിടെ ഉണ്ടാക്കി വിൽക്കുന്നു അല്ലെങ്കിൽ വെക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് സങ്കടകരവും വേദനാജനകവുമായ കാര്യം തന്നെയാണ്. എന്തിന് നമ്മുടെ രാഷ്ട്രീയ ആശയങ്ങൾ, നമ്മുടെ ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ നമ്മൾ അക്രമ രാഷ്ട്രീയത്തിലേക്ക് തിരിയണം? ആ സീനത്തൊന്ന് പെൺകുട്ടി പറയുന്നത് കേട്ടോ, ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് പലരും എത്തുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു, ഞാനതിൽ ആകെ ഭയചകിതയാണ്, എനിക്ക് തുറന്നു പറയാൻ പേടിയുണ്ട്. ഇത് നമ്മുടെ കൊച്ചു കേരളമല്ലേ, കേരളത്തിലെ ഒരു ജില്ലയല്ലേ? ഏറ്റവും അധികം ഉയർത്തുകാട്ടപ്പെടുന്നതുമൊക്കെ രാഷ്ട്രീയപരമായി ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻപിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഒരു നാട്ടിൽ ഒരു ജനതയെ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയം മാറി മറിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ CPM ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ നടത്തുമ്പോൾ പോലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ നാടിനെ കെട്ടുറപ്പോടെ മുൻപിൽ നിർത്താൻ, അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ബീഡി തെറുപ്പുകാർ, അങ്ങനെ വലിയ രീതിയിൽ കണ്ണൂർ എനിക്ക് തോന്നുന്നു ഒരുപാട് ബാക്ക് വേഡിൽ നിന്ന ഒരു ജില്ലയായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ജില്ലയായിരുന്നു. ഒരുപാട് മുതലാളിത്തത്തിൻ്റെ കൊടിവാണ ജില്ലയാണ്. അവിടേക്ക് തൊഴിലാളികൾ അടിച്ചമർത്തപ്പെടുമ്പോൾ അവരുടെ സാധാരണ ആവശ്യങ്ങൾ പോലും കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് CPM എന്ന പാർട്ടിക്ക് പ്രാധാന്യമുണ്ടാകുന്നത്. CPM അവിടെ ചെയ്ത വികസനങ്ങൾ, CPM അവിടെ ജനങ്ങൾക്ക് ചെയ്ത കാര്യങ്ങളൊന്നും കാണാതെയും പോകരുത്.
കാരണം അവിടെ ജനങ്ങൾക്ക് ഒത്തൊരുമയുണ്ടാവുന്നതും അവരുടെ കൃത്യമായ കൂലി കിട്ടും. നമ്മൾ പഴയകാല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും കണ്ണൂർ രാഷ്ട്രീയമാണ് നമ്മൾ സഖാക്കന്മാർ, ഇങ്ങനെ നമ്മൾ വിളിച്ചു പോകുന്ന സഖാക്കന്മാരുണ്ടായതും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇഷ്ടപ്പെടുന്നതും മികച്ച നേതാക്കൾ, കേരളം കണ്ട മികച്ച നേതാക്കൾ ഇവിടെ ഉണ്ടായതുപോലും കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നാണ്. അത്ര പ്രാധാന്യം നമ്മുടെ കണ്ണൂർ രാഷ്ട്രീയത്തിനുണ്ട്. കേരളത്തെ ഒരു പരിധിവരെ പൊതിഞ്ഞു പിടിക്കാൻ ഈ കണ്ണൂർ രാഷ്ട്രീയത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിന്നാണ് ഇപ്പോൾ കുറച്ച് ക്രിമിനലുകൾക്ക് വേണ്ടി മാത്രം കണ്ണൂർ രാഷ്ട്രീയം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രമുണ്ടാകുന്നത്. എന്തായാലും അതൊക്കെ മാറി ജനങ്ങൾ ബോധത്തോടെ ചിന്തിച്ച് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണമൊക്കെ മാറ്റിവെച്ച് തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് കണ്ണൂർ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ഒക്കെ മാറട്ടെ.